ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മുടെ ശാലിനി ആകെ നാണം കേട്ടിട്ട് ഇറങ്ങിപ്പോവാൻ നിൽക്കണില്ല. അപ്പോൾ അവിടേക്ക് നമ്മുടെ ബാനു വന്നിട്ട്, മോളെ നീ എന്താണ് ഇങ്ങനെ, അതൊക്കെ ശരിയായിക്കോളും. എന്ത് ശരിയാവാൻ, ഇനി എന്തൊക്കെയാണ് ശരിയാവാൻ, ഞാൻ ഗോപാൽച്ചിൻ്റെ മോളല്ലേ, എന്നിട്ടും നിങ്ങളുടെ ആ ഒരു ഫാമിലിയിൽ നിന്ന് ഗിരിനെ എടുക്കാമെന്ന് പറഞ്ഞത് തന്നെ വലിയൊരു കാര്യമാണ്. എത്ര ആൾക്കാരുടെ മുന്നിൽ ഞാൻ നാണം കിട്ടു, എന്നിട്ടും ഇവനെ കല്യാണം കഴിക്കാൻ പറഞ്ഞിട്ട് നിൽക്കുമ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ വേറെ ഒരാൾ വന്നിട്ട് ഇതായല്ലേ. ഇനി ഞാൻ എന്താ ചെയ്യേണ്ടത്, ഇനി ഇതിൽ നിൽക്കണോ ഞാൻ? എല്ലാം മോളെ അതൊക്കെ ശരിയായിക്കോളും. എന്താ അമ്മയെ ശരിയാവുള്ളത്, ഒരാളുടെ കൂടെ കിടന്നിട്ടാണ് ഇനി അവനെ എൻ്റെ അടുത്തേക്ക് വരുന്നത്. അത്രയ്ക്ക് ഞാൻ തഴന്നിട്ടൊന്നുമില്ലേ, എനിക്ക് ഇനിയും വേറെ ആൾക്കാരനെ കിട്ടും പറഞ്ഞിട്ട് ഇങ്ങനെ ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അത് കേട്ടിട്ട് നമ്മുടെ മഞ്ജു കയറി വരണം കേട്ടോ. മഞ്ജു, നീ എവിടെ നിന്നാണ് സംസാരിക്കുന്നത്? ഡീന്ന് ആദ്യം വിളിക്കുന്നു കേട്ടോ. ഡീന്ന് വിളിച്ചിട്ട് നീ എവിടെ നിന്നാണ് സംസാരിക്കുന്നത്, ആരോടാ ഒന്ന് സംസാരിക്കുന്നതും കൂടി ഒന്ന് ചിന്തിച്ചിട്ട് സംസാരിച്ചാൽ മതിയെ പറഞ്ഞിട്ട് പറയണം. നീ ഒന്ന് പോടി പറഞ്ഞിട്ട് നമ്മുടെ ശാലിനി പുച്ഛഭാവത്തോടെ നോക്കുകയാണ് കേട്ടോ. എന്നിട്ട് നമ്മുടെ മഞ്ജു നിർത്തുന്നില്ല. മഞ്ജു ഇറങ്ങിപ്പോവാനൊക്കെ അവളോട് ആവശ്യപ്പെട്ടിട്ട് ഇറങ്ങിപ്പോടി എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നെ കാണിക്കുന്ന സീനുകൊണ്ട് നമ്മുടെ മഞ്ജുവിൻ്റെയും ഗിരിൻ്റെയും മാതിരാത്രിയാണ്. റൂമൊക്കെ എല്ലാം നമ്മുടെ മഹിമയും മുകുന്ദനെയും കൂടി സെറ്റാക്കി കേട്ടോ. എന്നിട്ട് അവർ ഡ്രസ്സൊക്കെ മാറ്റി പുതിയ ഡ്രസ്സൊക്കെ എടുത്തിട്ടുണ്ടല്ലോ. നമ്മുടെ മഞ്ജുവിന് ഗിരി ഡ്രസ്സൊക്കെ വാങ്ങിക്കൊടുത്തല്ലോ. എന്നിട്ട് ആ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് അവർ റൂമിലേക്ക് പോയി സ്നേഹിക്കാൻ തുടങ്ങുമ്പോഴേക്കും നമ്മുടെ ഭാനുമ്മയ്ക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയുന്നില്ല. ഭാനുമ്മയ്ക്കാണെങ്കിൽ എന്തെങ്കിലും മകനോട് എന്തെങ്കിലും തെറ്റ് ചെയ്തു പറഞ്ഞാൽ മകൻ അറിഞ്ഞു പറഞ്ഞാൽ ഇറങ്ങിപ്പോകുമെന്നൊക്കെ പറഞ്ഞില്ലേ. അതുകൊണ്ട് അവൻ അറിയാത്തൊരു രീതിയിലുള്ള ഒരു തെറ്റ് ചെയ്യണം എന്നൊക്കെ ആൾക്ക് ആഗ്രഹമുണ്ട്. എന്താ ചെയ്യേണ്ടതെന്ന് അറിയണം. ലാസ്റ്റ് ഒരു വഴി കിട്ടുകയാണ് കേട്ടോ. ഒരു അറ്റാക്ക്, ഒരു രോഗം വരുത്താൻ പറഞ്ഞിട്ട്, അറ്റാക്ക് എപ്പോൾ വേണമെങ്കിൽ വരുന്ന ഒരു ഇതല്ലേ. അപ്പോൾ പെട്ടെന്ന് വന്നാണ് പറഞ്ഞിട്ട് അങ്ങനെ അഭിനയിക്കാൻ പറഞ്ഞിട്ട് രണ്ടാളും, സ്വപ്നയും ഉണ്ട് കേട്ടോ കൂടെ. സ്വപ്നം ഇല്ലാണ്ട് വേറൊരു കാര്യമില്ലല്ലോ. എന്നിട്ട് സ്വപ്നയും അവർ റൂമിൽ കയറിയതും ഭാനുമ്മ താഴെ വീടാണ് കേട്ടോ. വീണിട്ട് ഗിരിയേട്ട ഓടി വരണേ, മഞ്ജു ഓടി വരണേ പറഞ്ഞിട്ട് അലറി വിളിക്കുകയാണ് കേട്ടോ നമ്മുടെ സ്വപ്ന. അപ്പോഴേക്കും മഞ്ജുവും മഹിമയും എല്ലാവരും ഇറങ്ങി വരും കേട്ടോ. എന്നിട്ട് വന്നത് നമ്മൾ ഗിരി ചോദിക്കണം, എന്താ അമ്മയെ പറ്റിയത്, എന്താ പെട്ടെന്ന് എന്താ ഉണ്ടായത് കൊണ്ട് ചോദിക്കുകയാണ്. അപ്പോൾ അത് കേട്ട് സ്വപ്ന പറയും, ഗിരിയേട്ട നമ്മുടെ അമ്മയ്ക്ക് അറ്റാക്ക് വന്നെന്ന് തോന്നുന്നു ഗിരിയേട്ട പറഞ്ഞിട്ട് പറയണ്. അത് നമുക്ക് അവൻ്റെ ആ ഒരു ഇത് കണ്ടപ്പോൾ തന്നെ നമ്മുടെ മഹിമയ്ക്കും മുകുന്ദനും കാര്യം മനസ്സിലായി, അഭിനയമാണ്, അല്ലാണ്ട് പെട്ടെന്നൊരു ഇത് വരില്ലല്ലോ. എന്തായാലും അഭിനയം കൊണ്ട് നമ്മുടെ മുകുന്ദനെ ഗിരി നോക്കുമ്പോഴേക്കും ഗിരിക്ക് മനസ്സിലായി കേട്ടോ. അവൻ്റെ അഭിനയം കണ്ടപ്പോൾ തന്നെ മനസ്സിലായി. പിന്നെ അങ്ങനെ കാണിക്കാൻ പറ്റില്ല, അമ്മയല്ലേ, കുറച്ച് സ്നേഹിക്കണ്ടേ പറഞ്ഞിട്ട് കാര്യങ്ങളൊക്കെ ചോദിക്കണം. എന്നിട്ട് നമ്മുടെ മഹിമ അങ്ങനെ ഇത് വിട്ടാൽ ശരിയാവില്ല പറഞ്ഞിട്ട് നമ്മുടെ പൾസൊക്കെ നോക്കാൻ വേണ്ടി പോകുന്നുണ്ട്. അപ്പോഴേക്കും നമ്മുടെ മഞ്ജു, ഗിരിയേട്ട നമുക്ക് വണ്ടി എടുത്തിട്ട് പോകാം, ഇത് വെച്ചുകൊണ്ടിരിക്കേണ്ട, അമ്മയ്ക്ക് എന്തെങ്കിലും പറ്റും, ഗിരിയേട്ട വണ്ടി എടുക്കുക, അല്ലെങ്കിൽ ഞാൻ തന്നെ വണ്ടി എടുക്കുക, എവിടെ ചാവി എന്നൊക്കെ ചോദിച്ചാൽ നമ്മുടെ മഞ്ജു ഇറങ്ങിപ്പോവണം കേട്ടോ. മഞ്ജുവിനെ അമ്മ പറയുമ്പോൾ വലിയ കാര്യമല്ലേ. അങ്ങനെ മഞ്ജു ഇറങ്ങിപ്പോവാണ്. പക്ഷെ നമ്മുടെ മഹിമയുണ്ട്, മഹിമ വിടില്ല. മഹിമ ആ കൈ പൾസ് നോക്കണ്. അറ്റാക്ക് വന്ന ആളുടെ പൾസ് നോർമൽ ആയിരിക്കില്ലല്ലോ. നോക്കുമ്പോൾ നോർമലാണ്. അതുപോലെ പിന്നെ അത് നോക്കിയിട്ട് നമ്മുടെ വക്കീലിൻ്റെ അടുത്തേക്ക് പോകണം. വക്കീൽ എനിക്കൊരു കാര്യം പറയാണ്ട് പറഞ്ഞിട്ട് വക്കീലിൻ്റെ അടുത്തേക്ക് പോയിട്ട് പൾസൊക്കെ നോർമലാണ്. അതുപോലെ വക്കീൽ ശ്രദ്ധിച്ചോ, അറ്റാക്ക് വന്ന ഒരാൾ അറ്റാക്ക് വന്ന പറഞ്ഞാൽ ഇടതേ ഭാഗത്താണ് വേദന വരും, പക്ഷേ ഭാനുവും പിടിച്ചിരിക്കുന്നത് വലതേ ഭാഗത്താണ്. അതൊക്കെ കാണുമ്പോൾ തന്നെ അറിയില്ല അത് അഭിനയമാണെന്ന്. നമുക്ക് ഈ അഭിനയം പൊളിക്കാം. എങ്ങനെ പൊളിക്കും മഹിമയെ? വക്കീൽ എൻ്റെ കൂടെ നിന്നാൽ മാത്രം മതി, ബാക്കിയൊക്കെ ഞാൻ ചെയ്തോളാം പറഞ്ഞിട്ട് പറയണം കേട്ടോ. എന്നിട്ട് നമ്മുടെ ഗിരി വക്കീലിനെ നോക്കുമ്പോൾ വക്കീൽ ആംഗ്യം കാണിക്കുകയൊക്കെ ചെയ്യേണ്ടിട്ട്, കണ്ണും കൊണ്ടൊക്കെ കാണിക്കുന്നുണ്ട്, നീ ഒന്നുകൊണ്ട് പേടിക്കേണ്ട, ഇതൊക്കെ ഒക്കെ പറഞ്ഞിട്ട് പറയുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മുടെ സ്വപ്ന ഗിരിയായിട്ട് എന്താ നോക്കിക്കൊണ്ടിരിക്കുന്നത്, നമുക്ക് അമ്മനെ വേഗം ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും, അല്ലെങ്കിൽ നമുക്ക് അമ്മനെ കിട്ടൂല എന്നൊക്കെ പറയുന്നുണ്ട്. അത് കേൾക്കുമ്പോൾ നമ്മുടെ മഹിമ പറയും, ഇത് കൊണ്ടുപോകണം അത്ര നല്ലതല്ല എന്ന് തോന്നുന്നു, യാത്ര ചെയ്യാൻ പറ്റില്ല, അവിടെ എത്തുമ്പോഴേക്കും ചിലപ്പോൾ നമുക്ക് ഭാനുമ്മനെ കിട്ടിയെന്ന് വരില്ല, നീ എന്തൊക്കെയാണ് മഹിമയെ പറയണമെന്ന് നമ്മുടെ ഗിരി ചോദിക്കണം. അതേ ഗിരിയേട്ടാ, ഇത് അങ്ങോട്ട് കൊണ്ടുപോകണ്ട, നമുക്ക് ഒരു കാര്യം ചെയ്യാം, ഷോക്ക് കൊടുത്തു പറഞ്ഞാൽ അത് ഓക്കെ ആയിക്കോളും, പേടിക്കേണ്ട ആവശ്യമില്ല എന്നൊക്കെ പറയണം കേട്ടോ. അത് കേൾക്കുമ്പോഴേക്കും നമ്മുടെ ഭാനുമ്മയ്ക്ക് ഇല്ലാത്ത അറ്റാക്ക് വന്ന പോലെ ആകും കേട്ടോ. അറ്റാക്ക് ഇല്ലാണ്ട് അഭിനയിച്ചതല്ലേ, ഷോക്ക് കൊടുക്കുക പറയുമ്പോൾ നിസ്സാര കാര്യമല്ലല്ലോ. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഇതൊക്കെയാണ്. ആദ്യ രാത്രി മുടക്കാൻ നോക്കിയാൽ ഭാനുമ്മയ്ക്ക് തന്നെ തിരിച്ചടി കിട്ടും എന്തായാലും. അപ്പോൾ വീഡിയോ ഇഷ്ടമായി ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.